ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയത് ഈ ബാലചന്ദ്രന്റെ ബാലചന്ദ്രന്റെ അല്ല, സോറി, നമ്മുടെ സ്റ്റാൻലിയുടെ എൻട്രിക്ക് വേണ്ടി തന്നെയായിരുന്നു. അപ്പൊ സ്റ്റാൻലിനെ കുറെ പേര് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വാക്കുകളിലൂടെയും അതുപോലെ തന്നെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ നിങ്ങൾ ഇട്ടിട്ട്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഏതായാലും യഥാർത്ഥ സ്റ്റാൻലിനെ നിങ്ങൾ ഇന്ന് കണ്ടു. നമ്മുടെ വൈജയ്ക്ക് പറ്റിയ ജോഡി തന്നെയാണല്ലേ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്റ്റാൻലി. അങ്ങനെ ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇത്ര പെട്ടെന്ന് സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ പറയുന്നു നമ്മൾ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം ബാലചന്ദ്രൻ കണ്ട ഉടനെ തന്നെ നീട്ടിക്കൊണ്ട് പോകാതെ വൈജയുടെ പേര് വലിച്ചഴച്ചിട്ടത് കണ്ടില്ലേ. വൈജയുടെ പേര് കേട്ടപ്പോ സ്റ്റാൻലി ഞെട്ടി വിറച്ച് നിന്ന് കത്തിപ്പോയി. അതുപോലെയായിരുന്നു വൈജയുടെ പേര് കേട്ട ഉടനെ സ്റ്റാൻലിയുടെ മുഖഭാവം. അതൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. ഏതായാലും സ്റ്റാൻലി വൈജയെ കുറിച്ച് കേട്ടപ്പോ തന്നെ അമ്പരന്ന് നിന്നു. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനോട് വീണ്ടും എടുത്ത് ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ വന്നത് എന്തിനാണ്? കഴിഞ്ഞ 23-25 വർഷമായ കാര്യങ്ങളൊക്കെ തിരക്കി നിങ്ങൾ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതായത് ഞാൻ സ്നേഹിച്ച പെണ്ണിന്റെ വീട്ടുകാരോ എന്നെ ഇതുവരെ തിരക്കി വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ തിരക്കി വന്നത്? അവർക്കൊന്നും ഇല്ലാത്ത വിഷമം എന്താണ് നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ദണ്ണമുണ്ട്, എനിക്കതിന്റെ ദണ്ണമുണ്ട്, അതുകൊണ്ട് തന്നെയാ വന്നത്. ഇത് ഏറ്റവും കൂടുതൽ അറിയാൻ അർഹതപ്പെട്ട ആള് ഞാൻ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അവരുടെ വീട്ടുകാർക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം എല്ലാം കൂടെ എന്റെ തലയിലെ മണ്ടയിലല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത്. എല്ലാം ചതിക്കപ്പെട്ടവനായി പോയില്ല ഞാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് ചതിക്കപ്പെട്ടവനായി പോയി? നിങ്ങൾ എങ്ങനെ ചതിക്കപ്പെട്ടു? മിസ്റ്റർ ബാലചന്ദ്രൻ എന്താ ഈ പറയുന്നത്? എനിക്ക് വ്യക്തമാകുന്നില്ല. നിങ്ങൾ ആര് ചതിച്ചു? ഞാൻ നിങ്ങളെ ചതിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു കണക്കിന് നിങ്ങളും ചതിച്ചു, വൈജ ചതിച്ചു, കുടുംബക്കാര് ചതിച്ചു, എല്ലാവരും എന്നെ ചതിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് പറ ബാലചന്ദ്ര. ഇത്രയും ദൂരെ നിങ്ങൾ നടന്നു വന്നിട്ട്, ഇത്രയും ദൂരെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്താ മനുഷ്യനെ പൊട്ടനാക്കുകയാണോ? കഴിഞ്ഞു പോയ കാര്യങ്ങളാ. അവളിപ്പോ കല്യാണം കഴിഞ്ഞ് അവര് വേറെ ജീവിതമായി കാണും. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവള് കല്യാണം കഴിഞ്ഞ് അവക്ക് ഇപ്പം 3 മക്കളുണ്ട്. ആ മക്കളെ എന്റെ രക്തത്തിലുള്ളതാണെന്ന്. ഇത് കേട്ടതും നമ്മുടെ സ്റ്റാൻലി വീണ്ടും സ്റ്റക്കായി പോയി. ഒരു ഗാംഭീര്യത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന സ്റ്റാൻലിയുടെ സ്വരം സത്യം പറഞ്ഞാൽ ഒന്ന് താന്നുപോയി. പിന്നെ ബാലചന്ദ്രന്റെ മുമ്പില് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ പുള്ളിക്കാരൻ അത് കാണിക്കുന്നില്ല. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ പുള്ളിക്കാരന്റെ വാക്കുകളിൽ പുള്ളിക്കാരൻ തളരില്ല എന്ന ഒരു രീതിയിൽ പുള്ളിക്കാരൻ തിരിച്ചപ്പ തന്നെ മറുപടി പറയുന്നുണ്ട്. ഇതൊക്കെ താൻ എന്തിനാ എന്നോട് വന്ന് പറയുന്നത്? ഞാൻ താങ്കളെ എങ്ങനെയാ ചതിച്ചത്? ഞാൻ എങ്ങനെ താങ്കളെ ചതിച്ചു? അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രണയബന്ധമായിരുന്നു. രണ്ടുപേർക്കും ഒന്നു ചേരാൻ പറ്റാതെ അത് 2 വഴിക്ക് പോയി. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ലോകത്തില് മിക്ക ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ പ്രശ്നമാവുകയും അവരുടെ കാമുകന്മാരെ അല്ലെങ്കിൽ കാമുകിമാരെ അന്വേഷിച്ചിട്ട് പോകേണ്ട സമയം കഴിഞ്ഞല്ലോ, പിന്നെ താൻ എന്തിനാ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല, നിങ്ങൾ എന്നിൽ നിന്ന് ഒരു കാര്യം മറക്കണുണ്ട്. നിങ്ങൾ അന്ന് വൈജയന്തിയുമായിട്ട്, ഗംഗാധര മേനോന്റെ പെങ്ങൾ വൈജയന്തിയുമായിട്ട് നിങ്ങൾ 6 മാസക്കാലം നിങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചില്ലേ? ആ 6 മാസക്കാലം താമസിച്ചപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിനാകട്ടെ സങ്കടത്തിനാകട്ടെ എന്തു ആയിക്കോട്ടെ, അവിടെ ഒരു ജന്മം ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും നമ്മുടെ സ്റ്റാൻലി ഒന്ന് പതറി കേട്ടോ. സ്റ്റാൻലിക്ക് ഒന്നും പറയാനുമില്ല, പക്ഷെ സ്റ്റാൻലി പറയുന്നുണ്ട്. അതായത് നമുക്ക് വാക്കുകളിൽ അറിയാം സ്റ്റാൻലി അങ്ങ് കൂഞ്ഞിക്കൂടി നിൽക്കുകയാണ്. ബാലചന്ദ്രന്റെ മുമ്പിൽ ഒന്നും അല്ലാതായി പോയി. പക്ഷെ പുള്ളിക്കാരന്റെ ആ സ്വരത്തില് പുള്ളിക്കാരൻ അത് പ്രകടിപ്പിക്കുന്നുമില്ല. പക്ഷെ നമുക്ക് ആ ബോഡി ലാംഗ്വേജിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ പറഞ്ഞു, അതൊക്കെ എന്തിനാ ഇപ്പൊ താൻ അന്വേഷിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ? അല്ല, താൻ ഇപ്പം അങ്ങനെ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ താൻ ചോദിച്ചും കണ്ടും അറിഞ്ഞും ഒക്കെ വിവാഹം കഴിക്കണമായിരുന്നു. അല്ലാതെ ഇപ്പൊ ഈ സ്റ്റാൻലിയുടെ മുമ്പിൽ വന്ന് നിന്ന് പ്രസംഗിക്കല്ല ബാലചന്ദ്ര ചെയ്യേണ്ടത്. ബാലചന്ദ്ര, നിങ്ങൾ എന്റെ ശത്രു അല്ല, ഒരിക്കലും നിങ്ങൾ എന്റെ ശത്രു ആകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിങ്ങൾ എന്റെ ശത്രു അല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു 10-25 വർഷം മുമ്പ് തള്ളിക്കളഞ്ഞ ഒരു ജന്മം ഇപ്പോഴും ഉണ്ട്. അത് ഈ ബാലചന്ദ്രൻ അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിക്ക്
ആ ഗാംഭീര്യത്തോടു കൂടി വന്ന സ്വരമൊക്കെ മാറിയിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? അതെ, വൈജയന്തിയിൽ നിങ്ങളുടെ രക്തം ഓടുന്നുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് പ്രസവിച്ച കാര്യവും നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പ്രസവിച്ചെന്നോ? ആ ആ കുട്ടി പ്രസവത്തിൽ തന്നെ മരിച്ചു പോകുകയല്ലേ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചു. മാത്രമല്ല വൈജയന്തി പോലും മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റാൻലി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. കാരണം വൈജയന്തി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലിക്ക്. അപ്പം ആ ഒരു രീതിയിൽ എല്ലാം മറന്ന് വേറൊരാളായിട്ട് തന്നെയാണ് സ്റ്റാൻലി ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് പഴയ ഓർമ്മകളൊക്കെ കയറി വന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നോ? അതായത് എനിക്കും വൈജയ്ക്കും ജനിച്ച ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ശുദ്ധ മണ്ടത്തരവും നിങ്ങൾ ഇങ്ങനത്തെ ശുദ്ധ പൊട്ടത്തരവും പറയരുത്. കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. എന്റെ അവസ്ഥ എന്ന് പറയുന്നിട്ടെങ്കിൽ അത്രയ്ക്ക് ദയനീയമായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ പറയാനോ നിങ്ങളോട് വിവരിക്കാനോ ആഗ്രഹിക്കുന്നില്ല മിസ്റ്റർ ബാലചന്ദ്രൻ. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ പറയുന്ന വെറും പൊട്ടക്കഥകളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൊട്ടക്കഥകളാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവര് ഇതിന് ദൃസാക്ഷികളാണല്ലോ ജീവിച്ചിരിക്കുന്നവര്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടുപ്പിപ്പൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും മിസ്റ്റർ സ്റ്റാൻലി എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു. ഏതായാലും ആകെപ്പാടെ നമ്മുടെ സ്റ്റാൻലിക്ക് എന്താ പറയാ, അവിടെ ഒരു ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു സോറി ബാലചന്ദ്ര എനിക്കിത് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് നമ്മുടെ സ്റ്റാൻലി കഴിക്കുകയാണ്. കഴിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അങ്ങനെ ബാലചന്ദ്രനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, മാപ്പോ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല കേട്ടോ, പക്ഷെ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, നിങ്ങൾ അറിയാത്ത കുറെ കഥകൾ ഇനിയുണ്ട്. നിങ്ങളിപ്പം ആ കുഞ്ഞിന്റെ കാര്യം മാത്രമല്ലേ പറയുന്നുള്ളൂ, പക്ഷെ ഇതിന്റെ പിന്നിൽ കുറെ കഥകൾ നിങ്ങൾ പറഞ്ഞല്ലോ. കുഞ്ഞിരാമമേനോൻ, ഈ കുഞ്ഞിരാമമേനോനും ഗംഗാധര മേനോനും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാര് തന്നെ എന്നോട് ചെയ്ത ക്രൂരത എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു നിങ്ങളോട് എന്ത് ക്രൂരത കാണിച്ചോട്ടെ, നിങ്ങളോട് എന്ത് ക്രൂരത കാണിച്ചാലും ഇപ്പം നിങ്ങൾ ജീവിക്കുന്നില്ലേ, ഇപ്പം നിങ്ങൾ ജീവിക്കുന്നു. പക്ഷെ ഞാനിപ്പം ജീവിക്കുന്നത് അത്രയ്ക്കും ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. എല്ലാവരും എന്നെ മറ്റേ ചണ്ടിയാക്കുന്നത് പോലെ പിഴിഞ്ഞ് നീര് വറ്റിച്ചൊരു ചണ്ടിയാക്കി വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാനും അതുപോലെ ഞാനൊരാണാണെന്ന് തോന്നുന്നത് സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാ. ഇല്ലാതെ വൈജയന്തിയുടെ കൂടെ ഞാൻ ഈ 10-23 വർഷം ഞാൻ ജീവിച്ചനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല സ്റ്റാൻലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിയുടെ ആ ഒരു ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കേട്ടോ. സ്റ്റാൻലിയുടെ സൗരവൊക്കെ പതുക്കെ മാറി. സ്റ്റാൻലി പതുക്കെ വൈജ ജീവിച്ചിരിപ്പുണ്ട്, അതുപോലെ തന്നെ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ തന്റെ പഴയ ആ ഒരു പ്രണയവും ഇപ്പൊ തന്നെ സ്റ്റാൻലി ഇച്ചിരി പരുക്കനാകാനും ഒരു ക്രൂരനാകാനും ഇങ്ങനെയൊക്കെ ആകാനൊക്കെ കാരണം ആ ഒരു ട്രോമ തന്നെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻലി ആകെപ്പാടെ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് ചുളുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല, ഒരിക്കലും കുറ്റം പറയില്ല. നിങ്ങളെ എന്താണ് അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല. വൈജയുണ്ടല്ലോ, വൈജയന്തി, എന്റെ ഭാര്യ, നിങ്ങളുടെ മുൻ കാമുകി വൈജയന്തി, അവൾ ആരാണ് എന്താണ് എന്നൊന്നും നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ലായിരിക്കാം. അവളുടെ കൂടെ ഇത്രയും വർഷം ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ അത്രയ്ക്കും അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ സ്വന്തം കുഞ്ഞിനെ അവള് ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടി തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ആ കുഞ്ഞിന് ആരുമില്ല, അവളൊരു അനാഥയാണ്. അവള് സ്നേഹനികേതൻ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൽ അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൽ വളർന്നു വരികയായിരുന്നു. അവിടെ അവള് ജീവിച്ചതും അവളെ ആ ഒരു ചെറുപ്പകാലം മുതൽ അവിടെയാണ് അവൾ ജീവിച്ചത്. അവർക്ക് എല്ലാം അവിടെ ആയിരുന്നു. പക്ഷെ ബ്രിജിത്തമ്മ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു നടത്തിപ്പുകാരി മരിച്ചു പോയതിനു ശേഷമാണ് ഇവള് എന്റെ വീട്ടിലേക്ക് വന്നത്. സ്വന്തം അമ്മയെ തിരക്കി തന്നെ അവൾ എന്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷെ അവൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ക്രൂരത നിറഞ്ഞൊരു അനുഭവത്തിലൂടെ അവൾ ഇത്രയും നാളും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അവൾ എന്റെ മോളായിട്ടാ ഇപ്പം വളരുന്നത്. അവിടെ നിങ്ങൾ അവളെ ഏറ്റെടുക്കണം. അതായത് നിങ്ങൾ അവളെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കണം. ഒളിച്ചും പാത്തൊന്നുമല്ല, സമൂഹത്തിന് മുമ്പിൽ നിങ്ങളുടെ മകളായിട്ട് തന്നെ അവളെ നിങ്ങൾ വളർത്തണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ആകെപ്പാടെ നമ്മുടെ സ്റ്റാൻലി വീണ്ടും പരിങ്ങലിലാണുള്ളത്. ഏതായാലും ഈ ഒരു സീനിന്റെ ഒക്കെ ഇടയിൽ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വൈജയെ തന്നെയാണ്. അപ്പൊ വൈജ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തീരുമാനങ്ങളൊക്കെ പലതും മാറിയും മറിഞ്ഞും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അലീന അവിടെ വന്ന വിവരം
ബബിതയും ഒക്കെ വിളിച്ചു പറഞ്ഞു. അതായത് ഇവര് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അറിയുകയാണ് നമ്മുടെ വൈജ. ഏതായാലും ഈ വിവരം അറിഞ്ഞതും വൈജയ്ക്ക് ഇനിയിപ്പം അലീന അവിടുന്ന് പോയില്ലെങ്കിൽ അടുത്ത വഴി കണ്ടെത്തിയല്ലേ പറ്റത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ ഗംഗാധര മേനോനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശിവശങ്കര മേനോനുണ്ട്. ഇവര് രണ്ടുപേരും സംസാരിക്കുന്നതും സ്റ്റാൻലിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പം നമ്മുടെ ബാലചന്ദ്ര മേനോൻ സ്റ്റാൻലി കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കഥകളും നമ്മുടെ സ്റ്റാൻലി അറിഞ്ഞു കാണും. നമ്മൾ ഒളിപ്പിച്ചു വെച്ച, നമ്മൾ കുഴിച്ചു മൂടിയ പല കള്ളക്കഥകളും പൊളിഞ്ഞ് ഇപ്പം സ്റ്റാൻലിയുടെ മുമ്പിൽ എത്തിയെങ്കിൽ അവൻ പാലാക്കി തന്നെ വണ്ടി കയറി വരും. അത് ഉറപ്പായ കാര്യമാണ് എന്ന് നമ്മുടെ ഗംഗാധര മേനോനും ഈ പറയുന്ന നമ്മുടെ ശിവശങ്കര മേനോനോട് പറയുന്നുണ്ട്. മാത്രമല്ല അന്ന് അയാളുടെ കണ്ണിൽ കണ്ട തീഷ്ണത ഇപ്പോഴും ഞാൻ ഓർത്തിരിപ്പുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാരക്കാരനല്ല ഈ സ്റ്റാൻലി. നിങ്ങൾ ആരും അന്വേഷിച്ചില്ല എങ്കിലും ഇടയ്ക്കും മുട്ടിനൊക്കെ ഞാൻ ഈ സ്റ്റാൻലിനെ അന്വേഷിച്ചിരുന്നു. അയാൾക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. അവരിപ്പം ജീവിക്കുന്നത് സെപ്പറേറ്റ് അങ്ങാണ്ടായിട്ടാണ്. പക്ഷെ അവര് അതായത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നെങ്കിലും വേറെ വിഷയം എന്ന് പറഞ്ഞ കുടുംബത്തില്ല. പക്ഷെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് ബാലചന്ദ്രൻ ഇത് കൊണ്ട് എത്തിക്കുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, ഇതൊക്കെ അറിയാമെങ്കിൽ എന്തിനായിരുന്നു വൈജയോട് ഇങ്ങനെ നമ്മൾ കാണിച്ചത്, വേണ്ടായിരുന്നു, ഇത്രയും ഇതൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പം പറഞ്ഞു, അച്ഛന് ആ ഒരു സമയത്ത് പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അന്ന് അച്ഛന് ഈ ബന്ധത്തിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ബന്ധം അന്ന് മുറിപ്പിച്ച് കളഞ്ഞത്. അത് ഈ ബന്ധത്തിനോട് താല്പര്യം ഇല്ലാതിട്ട്, പക്ഷെ നമുക്കിപ്പൊ ഇങ്ങനെയായി തീരുന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അടുത്ത വഴി നോക്കണം എന്നിങ്ങനെ പറയുന്ന ഇവര് സംസാരിക്കുന്നത്. അപ്പൊ കമൽ ഇതിടയ്ക്ക് മൂട്ടിനൊക്കെ വന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ കമല വന്നിങ്ങനെ ഒളിഞ്ഞു നിന്ന് പകുതി അങ്ങാണ്ട് ഇച്ചിരി എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗംഗാധര മേനോൻ ഇത് കണ്ടിട്ട് കമലയോട് ചോദിക്കുന്നുണ്ട്, എന്താ കമല അവിടെ നിന്ന് നോക്കുന്നത്, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കയറി വന്ന് ചോദിക്കാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചോദിക്കാനാ, നിങ്ങൾ മുക്കിലും മൂലയിലും ഓരോന്ന് ചെന്നിരുന്ന് പറയുന്നത് എനിക്കറിയില്ലല്ലോ. എന്തായാലും നടക്കട്ടെ, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല പുലമ്പി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും ശിവശങ്കര മേനോനോട് ചോദിക്കുന്നുണ്ട്, ഗംഗാധരൻ നീ കമലയോട് വല്ലതും പറഞ്ഞിരുന്നോ എന്ന്. അപ്പൊ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, ഒരിക്കലും കമല വേറെ ആരോട് പറഞ്ഞാലും കമലയോട് പറയാൻ പറ്റത്തില്ല, അവളത് എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് കേട്ടിട്ടില്ലേ. ഇനിയിപ്പോ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എത്താൻ പോകുന്നത് നമ്മുടെ വൈജയുടെ ചെവി തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവൾ ഇതുവരെ വിവരം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും ആരും അറിയണ്ട എന്ന് തന്നെയാണ് നമ്മുടെ ഗംഗാധര മേനോൻ പറയുന്നത്. ഇതേ സമയം പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെ തന്നെയാണ്. അങ്ങനെ ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട് നമ്പർ, അതായത് എന്റെ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞു, നമ്പർ വിസിറ്റിംഗ് കാർഡാന്ന് തോന്നുന്നു, കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഒരിക്കലും അവളെ നിർബന്ധിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വിടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വേണമെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ അവളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, സേഫ് ആണെങ്കിൽ മാത്രം ഞാൻ അവളെ നിങ്ങളെ ഏൽപ്പിക്കും. കാരണം എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല, എന്റെ ഗതികേട് കൊണ്ടാണ് എന്ന് നമ്മുടെ ബാലചന്ദ്ര മേനോൻ പറഞ്ഞിട്ടാണ് പോരുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും ഈ പറയുന്ന സ്റ്റാൻലി വൈജയും എന്താ പറയാ, അവര് തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രണയം എന്ന് പറയുന്നത് ആ ഒരു നിമിഷത്തിൽ തോന്നിയത് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ തോന്നിയ ഒരു പ്രണയമൊന്നും അല്ലായിരുന്നു. അവര് വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചവരൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിന്റെ പിന്നില് ആങ്ങളമാരും അതുപോലെ നമ്മുടെ വൈജയന്തിയുടെ അച്ഛനും ഒക്കെ ഒരുപാട് കളികൾ കളിച്ചിട്ടാണ് ഇവർ തമ്മിൽ പിരിച്ചതും ഒക്കെ. ഏതായാലും നമുക്ക് കാണാം കാത്തിരുന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കപ്പോ അടുത്ത വിശേഷവുമായിട്ട് വരാം. അപ്പൊ നമ്മൾ നാളെ രാവിലെ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും. ഇന്ന് ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇപ്പോഴാണ് ഒറിജിനൽ വിശേഷം വന്നത്, എങ്കിലും നമ്മൾ രാവിലെ വിശേഷം എന്നും ഇടാറുണ്ട് കേട്ടോ. അപ്പൊ നാളെയും ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അപ്കമിങ് വിശേഷം നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് നമ്മൾ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കുകയാണെങ്കിൽ ലിങ്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട്. അപ്പൊ ടാറ്റാ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.